ലോകം മുഴുവൻ നാസി ജർമ്മനി മരണത്തിന്റെ നിഴൽ വിരിച്ചുകൊണ്ട് പടർന്നു കയറുകയാണ്. Genau wie die Väter einst auch Deutschland nicht Geschenk erhielten, sondern selbst nicht schaffen mussten. ആർക്കും തടയാനാകാത്ത വിധം അവർ മുന്നേറുമ്പോൾ ആ വിജയങ്ങൾക്ക് പിന്നിൽ മനുഷ്യദൃഷ്ടിക്കപ്പുറമുള്ളൊരു നിഗൂഢമായ ശക്തിയുണ്ടായിരുന്നു. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള അദൃശ്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിശ്വസനീയമായ കൃത്യതയിലാണ് അവരുടെ സൈന്യം ഓരോ നീക്കവും നടത്തുന്നത്. വരാനിരിക്കുന്ന ഓരോ കൂട്ടക്കുരുതിയും വായുവിലൂടെ കൈമാറുന്നത് ഒരു സാധാരണ മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്തത്ര നിഗൂഢമായിട്ടുള്ള ഒരു രഹസ്യ ഭാഷയിലാണ്. ആ രഹസ്യങ്ങളുടെ പിന്നിൽ ലോഹചക്രങ്ങൾ കറങ്ങുന്ന വിസ്മയകരമായിട്ടുള്ളൊരു പെട്ടിയുണ്ടായിരുന്നു. അതീവ സങ്കീർണമായ ഒരു ഗണിതശാസ്ത്ര വലയ്ക്കുള്ളിൽ സൈനിക ആജ്ഞകൾ ഒളിപ്പിച്ച ആ യന്ത്രം ശത്രുരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു തകർക്കാനാകാത്ത മതിലായി നിന്നു. അവർക്ക് ആ സന്ദേശങ്ങൾ വെറും അർത്ഥശൂന്യമായിട്ടുള്ള ശബ്ദതരംഗങ്ങൾ മാത്രമായിരുന്നു. ആ അക്ഷരങ്ങളുടെ അർത്ഥം കണ്ടെത്തുക എന്നതിനർത്ഥം പരാജയത്തിൻ്റെ അഗാധതയിൽ നിന്നും ഒരു ലോകത്തെ മുഴുവൻ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബ്രിട്ടനിലെ വിജനമായ ഒരു താവളത്തിൽ നിശബ്ദമായി പണിയെടുത്തുകൊണ്ടിരുന്ന വിദഗ്ധ സംഘത്തിന് മുന്നിൽ ഈ യന്ത്രം ഒരു വലിയ കടങ്കഥയായി നിന്നു. അവിടെ അക്കങ്ങളുടെയും യുക്തിയുടെയും കാണാപ്പുറങ്ങൾ തിരയുന്ന ഒരു മനുഷ്യൻ ആ സംഘത്തെ നയിക്കാനായിട്ടുണ്ടായിരുന്നു. തോക്കുകളോ ബോംബുകളോ ഇല്ലാതെ ആയുധമേന്തിയ സൈനികനേക്കാൾ കരുത്തനായൊരു അദൃശ്യ പോരാളി. ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ആ സൈന്യത്തെ തോൽപ്പിക്കാൻ ബോംബുകളേക്കാൾ ശക്തിയുള്ള ഒരു ലോജിക് ഒരു മുറിയിലിരുന്ന് അദ്ദേഹം എങ്ങനെ കണ്ടെത്തി? ഓരോ അർദ്ധരാത്രിയിലും ആ സൈനിക വാതിലിൻ്റെ താക്കോൽ ശത്രുക്കൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വെറും മണിക്കൂറുകളുടെ അസാധ്യമായിട്ടുള്ള പൂട്ട് അദ്ദേഹം എങ്ങനെയാണ് തുറന്നത്? യുദ്ധഭൂമിയിലെ ചോരപ്പുഴകൾക്കിടയിലല്ല, മറിച്ച് അക്കങ്ങൾക്കും ലോജിക്കിനുമിടയിൽ ശത്രു സൈന്യത്തെ ഒന്നാകെ കുരുക്കിലാക്കിയ ഈ മനുഷ്യൻ്റെ കഥ ചരിത്രം എന്തിനാണ് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചത്? ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിന് പോലും അടിത്തറയിട്ടിട്ടും ലോകം തിരിച്ചറിയാതെ പോയ ആ അപാര ബുദ്ധിയുടെയും ആ നിഗൂഢ യന്ത്രത്തിൻ്റെയും പിന്നിലെ ഞെട്ടിക്കുന്ന രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകണമെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു കാലത്തേക്ക് പോകണം. ബോംബുകൾ വീഴുന്നതിനും ബ്ലെച്ച്ലി പാർക്ക് ഉണ്ടാകുന്നതിനും മുൻപുള്ള കാലത്തേക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തങ്ങൾ തോറ്റുപോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ കയ്യിലുള്ള മെസ്സേജുകൾ ശത്രുക്കൾ ചോർത്തിയത് കൊണ്ടാണ് എന്ന് കൃത്യമായി ജർമ്മനിക്ക് അറിയാമായിരുന്നു. മെസ്സേജുകൾ മറ്റുള്ളവർ വായിച്ചാൽ തങ്ങളുടെ പ്ലാനുകളും സ്ട്രാറ്റജികളും ഒക്കെ തന്നെ അവർ മുൻകൂട്ടി പ്രവചിക്കും. സ്ട്രാറ്റജികൾ നേരത്തെ അറിഞ്ഞാൽ സൈന്യം ഒന്ന് അനങ്ങുന്നതിന് മുൻപ് തന്നെ അവരെ തോൽപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിയും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സേഫ് ആക്കുക എന്ന് പറയുന്നത് വെറും ഒരു സൗകര്യം എന്നതിലുപരി അവർക്കൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സവിശേഷ എൻക്രിപ്ഷൻ ഉപകരണമായിരുന്നു എനിഗ്മ മെഷീൻ. ഈ എനിഗ്മ മെഷീൻ 1920കളിൽ ആദ്യം പേറ്റന്റ് എടുത്തത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ ഡിവൈസ് ആയിട്ടായിരുന്നു. ബിസിനസ് ഗ്രൂപ്പുകൾക്ക് അവരുടെ പ്രൈവസി വേണം, ഗവൺമെൻറ്റുകൾക്ക് രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കണം. സോ ഇതിൻ്റെ ആദ്യകാല രൂപങ്ങൾ വെറുമൊരു തടിപ്പെട്ടിയിൽ വെച്ച ടൈപ്പ് റൈറ്ററുകൾ പോലെയാണ്. പക്ഷേ ജർമ്മൻ മിലിറ്ററി ഈ സിസ്റ്റം ഏറ്റെടുത്തതോടെ അതൊരു മാരകമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയുധമായി മാറി. 1930 ആയപ്പോൾ ജർമ്മൻ ആർമിയും നേവിയും എയർഫോഴ്സും ഒക്കെ ദിവസവും എനിഗ്മയുടെ പല രൂപങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓരോ സൈനിക ഉത്തരവും ഓരോ സബ്മറീൻ പൊസിഷനും ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട സകല നിർദ്ദേശങ്ങളും ഈ മെഷീനിലൂടെ മാത്രമാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ ഈ എനിഗ്മ മെഷീൻ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും. നിങ്ങളൊരു കീ അമർത്തുന്നു, ഉടനെ വേറൊരു അക്ഷരം അവിടെ തെളിയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പെട്ടിക്കുള്ളിൽ വളരെ കൃത്യതയോടെ എഞ്ചിനീയറിംഗ് ചെയ്തെടുത്ത ഇലക്ട്രിക്കൽ വയറുകളുടെ ഒരു വലിയ ലാബ്രിന്ത് ഉണ്ടായിരുന്നു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഈ കോഡ് മുറിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ അവർ വലിയ വെല്ലുവിളി നേരിട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ മെഷീൻ എങ്ങനെയാണ് ഇത്രയും കോംപ്ലക്സ് ആയത് എന്ന് നമ്മൾ കൃത്യമായി അറിയണം. എനിഗ്മ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. ഇത് അക്ഷരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കളി പോലെയാണ്. മെഷീൻ്റെ മുൻവശത്ത് കുറേ വയറുകളുണ്ടാവും. ഇതിനെ നമുക്ക് പ്ലഗ് ബോർഡ് എന്ന് വിളിക്കാം. നമ്മൾ ഒരു വയറെടുത്ത് എ എന്ന അക്ഷരവും ജി എന്ന അക്ഷരവും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എ പ്രസ് ചെയ്യുമ്പോൾ മെഷീൻ അത് ആദ്യം തന്നെ ജി ആക്കി മാറ്റും. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നും, പക്ഷേ 10 വയറുകൾ വെച്ച് മാത്രം കോടിക്കണക്കിന് രീതിയിൽ അക്ഷരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഈ മാറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര വലിയ തലവേദനയാണ്. ഈ പ്ലഗ് ബോർഡ് കഴിഞ്ഞാൽ കറണ്ട് പോകുന്നത് 3 ചക്രങ്ങളിലേക്കാണ്. ഇതിനെ നമ്മൾ റോട്ടറുകൾ എന്ന് വിളിക്കും. ടോട്ടലി 5 റോട്ടറുകളാണ് ഉണ്ടാവുക. അതിലേതെങ്കിലും 3 എണ്ണം സെലക്ട് ചെയ്യും. ഓരോ ചക്രത്തിനുള്ളിലും അക്ഷരങ്ങളെ മാറ്റാനുള്ള കുറേ കുഴപ്പിക്കുന്ന വഴികളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ തവണ ഒരക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഈ ചക്രം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകും.
നമ്മുടെ സൈക്കിളിലെ ബെല്ലോ അല്ലെങ്കിൽ വണ്ടികളിലെ കിലോമീറ്റർ കാണിക്കുന്ന മീറ്ററോ പോലെയാണ്. അതായത് നിങ്ങൾ 5 തവണ എ എന്ന് ടൈപ്പ് ചെയ്താൽ പോലും മെഷീൻ അത് 5 വ്യത്യസ്ത അക്ഷരങ്ങളിലായിട്ടായിരിക്കും കാണിക്കുക. ഒരക്ഷരം തന്നെ ഓരോ തവണയും ഓരോ വേഷത്തിൽ വരും എന്ന് ചുരുക്കം. ഇതിനിടയിൽ ഈ ചക്രങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ചാടിക്കറങ്ങുന്ന ഒരു സ്വഭാവം കൂടി കാണിക്കും. സോ അതുകൊണ്ട് തന്നെ അടുത്ത അക്ഷരം ഏതാണെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റില്ല. സാധാരണ രീതിയിൽ കണക്ക് കൂട്ടി ഇത് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് കൺഫ്യൂസിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലെ പരിപാടി. ഈ 3 ചക്രങ്ങളും കഴിഞ്ഞ് ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ ചെന്ന് മുട്ടുന്നത് ഒരു റിഫ്ലക്ടറിലാണ്. ഇത് സിഗ്നലിനെ തിരിച്ചയക്കും. പക്ഷേ വന്ന വഴിയിലല്ല, വേറൊരു വഴിയിലൂടെ ആയിരിക്കും അത് തിരിഞ്ഞു പോവുക. തിരിച്ച് വീണ്ടും ആ ചക്രങ്ങളിലൂടെയും വയറുകളിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടാണ് മെഷീനിൽ ഒരക്ഷരം ലൈറ്റായി തെളിയുന്നത്. ഈ ഒരു ഡിസൈൻ കാരണം 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, മെസ്സേജ് അയക്കുന്ന ആൾക്കും അത് കിട്ടുന്ന ആൾക്കും ഒരേ സെറ്റിംഗ് ഉണ്ടെങ്കിൽ ഈ കളി സിമ്പിളാണ്. അതായത് ഒരേ സെറ്റിങ്ങിൽ വെച്ച് ടൈപ്പ് ചെയ്താൽ ആർക്കും മെസ്സേജ് വായിക്കാം. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരക്ഷരം ഒരിക്കലും അത് തന്നെയായിട്ട് മാറില്ല. അതായത് നിങ്ങൾ എ അമർത്തിയാൽ ലൈറ്റ് തെളിയുന്നത് ഒരിക്കലും എ ആയിരിക്കില്ല. ഈ ഒരു ചെറിയ തെറ്റാണ് പിന്നീട് ജർമ്മൻകാർക്ക് വലിയ പണിയായി മാറിയത്. ഇത് വെച്ചാണ് ടൂറിംഗ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5 ചക്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എടുക്കണം. അവ പല ക്രമത്തിൽ അടുക്കി വയ്ക്കണം. അവയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാറ്റണം. കൂടെ പ്ലഗ് ബോർഡിലെ വയറുകളും എല്ലാം കൂടി നോക്കിയാൽ ദിവസവും ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റിങ്സ് എത്രയാണെന്ന് അറിയാമോ? 10ന് ശേഷം 100-ലധികം പൂജ്യങ്ങൾ ഇട്ടാൽ കിട്ടുന്ന അത്രയും വലിയൊരു സംഖ്യയാണത്. നമ്മുടെ കൈകൊണ്ട് ഇത് ഓരോന്നായി നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും കൂടി പണിയെടുത്താൽ പോലും ഇത് തീരില്ല. മെഷീനുകൾക്ക് പോലും ഇത് അസാധ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന അത്രയും വലിയൊരു കടങ്കഥയായിരുന്നു എനിഗ്മ. സോ എനിഗ്മ മെഷീനിൽ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സന്ദേശം റേഡിയോ സിഗ്നലുകളായിട്ട് അയക്കും. അത് കിട്ടുന്ന മെഷീൻ ഇതേ സെറ്റിങ്സിലുള്ളതാണെങ്കിൽ അത് തിരിച്ച് ഡീകോഡ് ചെയ്ത് സിഗ്നൽ വായിക്കാൻ പറ്റും എന്നർത്ഥം. ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ജർമ്മൻ സൈന്യം അവരുടെ കോഡ് ബുക്കുകൾ നോക്കി ദിവസവും റോട്ടറിൻ്റെയും പ്ലഗ് ബോർഡുകളുടെയും സെറ്റിംഗ് മാറ്റിക്കൊണ്ടിരിക്കും. ഓപ്പറേറ്റർമാർ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളാണ് പാലിച്ചിരുന്നത്. റോട്ടർ എവിടെ തുടങ്ങണമെന്ന് അറിയിക്കാൻ മെസ്സേജുകളിൽ പ്രത്യേക ഇൻഡിക്കേറ്റർ ഗ്രൂപ്പുകളും അവർ ഉൾപ്പെടുത്തിയിരുന്നു. ജർമ്മൻകാരുടെ കാഴ്ചപ്പാടിൽ എനിഗ്മ ഒരിക്കലും ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത, പൊളിക്കാൻ പറ്റാത്ത ഉപകരണമാണ്. ആ ഒരു ഉറച്ച വിശ്വാസം അവരുടെ എല്ലാ നീക്കങ്ങളിലും കാണാൻ പറ്റും. സബ്മറീൻ കമാൻഡർമാരും എയർഫോഴ്സും ഒക്കെ എല്ലാ വിവരങ്ങളും ധൈര്യമായിട്ട് അങ്ങനെ ഇതിലൂടെ അയച്ചുകൊണ്ടിരുന്നു. ശത്രുക്കൾ ഒരിക്കലും ഇത് വായിക്കില്ലെന്ന് അവർ അത്രയ്ക്ക് വിശ്വസിച്ചു. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. ബ്രിട്ടീഷുകാർ ഈ പണി തുടങ്ങുന്നതിന് കുറേ മുൻപ് തന്നെ പോളണ്ട് ഇതിൻ്റെ പിറകെ കൂടിയിരുന്നു. 1930കളുടെ തുടക്കത്തിൽ തന്നെ പോളിഷ് സിഫർ ബ്യൂറോയിലെ മാത്തമാറ്റീഷ്യന്മാർ വെറും ഭാഷാപരമായിട്ടുള്ള ഊഹങ്ങൾക്ക് പകരം അബ്സ്ട്രാക്ട് ആൾജിബ്ര വച്ച് എനിഗ്മയെ നേരിടാൻ ശ്രമിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു മരിയൻ റെജീസ്കി. ഗണിതശാസ്ത്രത്തിലെ പെർമ്യൂട്ടേഷൻ തിയറി ഉപയോഗിച്ച് അദ്ദേഹം എനിഗ്മ റോട്ടറുകളുടെ ഉള്ളിലെ വയറിംഗ് എങ്ങനെയാണെന്ന് പുനർനിർമ്മിച്ചു. വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം വെച്ചുകൊണ്ട് തന്നെ തൻ്റെ അപാരമായ വിശകലന ബുദ്ധി ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത് ചെയ്തത്. ജർമ്മൻ ഓപ്പറേറ്റർമാർ ചില സന്ദേശങ്ങളിൽ വരുത്തിയ ചില ആവർത്തനങ്ങൾ, അതായത് പാറ്റേണുകൾ ശ്രദ്ധിച്ച് അദ്ദേഹം റോട്ടർ വയറിംഗ് കൃത്യമായി മനസ്സിലാക്കി. എനിഗ്മയുടെ അതേപോലെയുള്ള മെഷീനുകൾ തന്നെ അദ്ദേഹം ഉണ്ടാക്കി. കൂടാതെ ഈ റോട്ടർ സെറ്റിങ്ങുകൾ കണ്ടുപിടിക്കുന്നത് എളുപ്പമാക്കാൻ ബോംബ ക്രിപ്റ്റോളോഗിച്ന എന്നൊരു ഡിവൈസും അദ്ദേഹം ഡിസൈൻ ചെയ്തു. 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് പോളണ്ടിലെ ക്രിപ്റ്റോഗ്രാഫർമാർ ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുമായിട്ട് അതീവ രഹസ്യമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. ഇതുവരെ തങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും എനിഗ്മയുടെ ഡ്യൂപ്ലിക്കേറ്റ് മെഷീനുകളും സാങ്കേതിക വിദ്യയും ഒക്കെ അവർ കൈമാറി. ഈ ഒരു കൈമാറ്റം ശരിക്കും യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയ ഒന്നായിരുന്നു. ഇത് നടന്നില്ലായിരുന്നു എങ്കിൽ ബ്രിട്ടൻ എനിഗ്മയുടെ മുന്നിൽ ഒരു അടിത്തറയും ഇല്ലാതെ നിൽക്കേണ്ടി വരുമായിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ ബ്രിട്ടൻ തങ്ങളുടെ കോഡ് ബ്രേക്കിംഗ് പണികൾ മുഴുവൻ ബക്കിംഗ്ഹാംഷെയറിലുള്ള ബ്ലെച്ച്ലി പാർക്ക് എന്ന എസ്റ്റേറ്റിലേക്ക് മാറ്റി. ഒരു ശാന്തമായ തറവാട് വീട് എന്ന നിലയിൽ തുടങ്ങി പെട്ടെന്ന് തന്നെ അതൊരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഇൻ്റലിജൻസ് കേന്ദ്രമായി മാറി. അവിടെ വളരെ വേഗത്തിൽ കുറേ തടിപ്പുരകൾ നിർമ്മിക്കപ്പെട്ടു. അതിനുള്ളിൽ മാത്തമാറ്റീഷ്യനും ലാംഗ്വേജ് എക്സ്പെർട്ടുകളും എഞ്ചിനീയർമാരും ചെസ് ചാമ്പ്യന്മാരും ക്രോസ്വേഡ് വിദഗ്ധരും മിലിറ്ററി ഓഫീസർമാരും ഒക്കെ ഒന്നിച്ച് പണിയെടുത്തു. ഭയങ്കര സീക്രട്ടായിരുന്നു എല്ലാം. കൂടെ ജോലി ചെയ്യുന്നവരോട് പോലും എന്തിനെക്കുറിച്ചും സംസാരിക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. നമ്മൾ ഈ പറയുന്ന വലിയ യുദ്ധവിജയത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രമായിരുന്നു അലൻ ട്യൂറിംഗ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും ഒരു സിനിമ പോലെ നാടകീയവും അതേസമയം അങ്ങേയറ്റം ഇൻഫ്ലുവൻഷ്യലുമാണ്. പക്ഷേ വെറും ഒരു മാത്തമാറ്റീഷ്യൻ എന്നതിലുപരി ട്യൂറിംഗ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കഥ കംപ്ലീറ്റ് ആവൂ. 1912 അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പം മുതലേ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു. സാധാരണ കുട്ടികൾ കളികളിലും കൂട്ടുകാരിലും ശ്രദ്ധിക്കുമ്പോൾ ട്യൂറിംഗ് നമ്പറുകളിലും ശാസ്ത്രത്തിൻ്റെയും ലോകത്തായിരുന്നു. ഷെർബോൺ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകർക്ക് പോലും അദ്ദേഹത്തെ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഭാഷാ പഠനത്തിലും സാഹിത്യത്തിലും വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല. അദ്ദേഹത്തിന് കണക്കും സയൻസും മാത്രമാണ് എല്ലാം.
പക്ഷേ അവിടെ വെച്ചാണ് ജീവിതത്തെ മാറ്റിമറിച്ച ക്രിസ്റ്റഫർ മോർകോം എന്ന സുഹൃത്തിനെ കാണുന്നത്. ശാസ്ത്രത്തോടുള്ള ടൂറിങ്ങിൻ്റെ ഇഷ്ടം പങ്കുവച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു ക്രിസ്റ്റഫർ. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ ക്രിസ്റ്റഫർ രോഗം ബാധിച്ച് മരിച്ചത് ടൂറിങ്ങിനെ തളർത്തി. ആ മരണം ടൂറിങ്ങിനെ ഒരു വലിയ ചോദ്യത്തിലേക്ക് നയിച്ചു. നമ്മുടെ ചിന്തകളും ബോധവും തലച്ചോറിലെ കോശങ്ങൾ നശിച്ചാലും നിലനിൽക്കുമോ? ഈ ചോദ്യമാണ് മെഷീനുകൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ വലിയ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നീട് കേംബ്രിഡ്ജിലെത്തിയതോടെ ടൂറിങ്ങിൻ്റെ കഴിവുകൾ ലോകം ശരിക്കും തിരിച്ചറിഞ്ഞു തുടങ്ങി. 1936 അദ്ദേഹം തൻ്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പേപ്പർ പുറത്തിറക്കുന്നത്. കമ്പ്യൂട്ടബിൾ നമ്പേഴ്സിനെ കുറിച്ചുള്ള ആ പഠനത്തിലാണ് അദ്ദേഹം ടൂറിംഗ് മെഷീൻ എന്ന ആശയം അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സകല ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെയും തായ്വേര് ആ പേപ്പറിലായിരുന്നു. ലോജിക്കൽ നിർദ്ദേശങ്ങൾ നൽകിയാൽ ഏത് സങ്കീർണമായ കണക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ. അന്ന് കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം കണക്ക് കൂട്ടുന്ന മെഷീൻ എന്നായിരുന്നു. എന്നാൽ ടൂറിംഗ് അത് മാറ്റിമറിച്ചു. മെഷീനുകൾക്ക് ലോജിക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ ഒരു ബുദ്ധിയാണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അത്യാവശ്യമായി വന്നത്. അങ്ങനെയാണ് അദ്ദേഹം ബ്ലെച്ച്ലി പാർക്കിലെത്തുന്നത്. അവിടെ അദ്ദേഹം ഒരു സാധാരണ ജീവനക്കാരനായിട്ടല്ല പണിയെടുത്തത്. നിലവിലുള്ള രീതികളെയെല്ലാം ചോദ്യം ചെയ്ത് അദ്ദേഹം ഓരോ നീക്കവും നടത്തിക്കൊണ്ടിരുന്നു. അലൻ ടൂറിങ്ങിനെ ഹട്ട് 8ലേക്കാണ് നിയോഗിച്ചത്. ജർമ്മൻ നേവിയുടെ എനിഗ്മ പൊളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ്. ഇതാണ് ഏറ്റവും കട്ടിയുള്ള പണി. കാരണം ജർമ്മൻ നേവി കൂടുതൽ റോട്ടറുകൾ ഉപയോഗിക്കുകയും കർശനമായ നിയമങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. സോ അവരുടെ മെസ്സേജുകൾ അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. കടലിൽ ജർമ്മൻ യു ബോട്ടുകൾ അലൈഡ് കപ്പലുകളെ കൂട്ടത്തോടെ മുക്കിക്കൊണ്ടിരിക്കുന്ന സമയം. ഭക്ഷണത്തിനും ഇന്ധനത്തിനുമായി ഇറക്കുമതി ആശ്രയിക്കുന്ന ബ്രിട്ടനെ പട്ടിണിക്കിട്ട് തോൽപ്പിക്കാൻ ഇതായിരുന്നു ജർമ്മനിയുടെ പ്ലാൻ. വെല്ലുവിളി ഭയങ്കര വലുതായിരുന്നു. പോളണ്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ പോലും എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സെറ്റിങ്ങുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇവിടെയാണ് കോഡ് ബ്രേക്കർമാർ ക്രിപ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് മെസ്സേജിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കാലാവസ്ഥാ റിപ്പോർട്ടുകളിലൊക്കെ എപ്പോഴും ഒരേപോലെയുള്ള വാക്കുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള വാക്കുകൾ വെച്ച് അവർ കോഡ് ബ്രേക്ക് ചെയ്യാൻ നോക്കി. ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെ മെഷീൻ വഴി ചെയ്യുക എന്നുള്ളതായിരുന്നു ടൂറിങ്ങിൻ്റെ ബുദ്ധി. വെറുതെ മെസ്സേജ് മൊത്തത്തിലായി ഡീക്രിപ്റ്റ് ചെയ്യാൻ നോക്കുന്നതിന് പകരം അസാധ്യമായ സെറ്റിങ്ങുകളെ ലോജിക് ഉപയോഗിച്ച് ഒഴിവാക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ഒരക്ഷരവും എനിഗ്മയിൽ ഒരിക്കലും അതേ രീതിയിൽ വരില്ല എന്ന പോയിന്റ് വെച്ച് അദ്ദേഹം കോൺട്രഡിക്ഷൻ വരുന്ന സാധ്യതകളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ ഒരേ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ, അപ്പോൾ അങ്ങനെ വരുന്ന കോഡുകൾ എടുക്കണ്ട. ഈ പണി സ്പീഡിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബോംബ് എന്നൊരു മെഷീൻ ഡിസൈൻ ചെയ്തു. പോളണ്ടുകാർ ഉണ്ടാക്കിയ പഴയൊരു മെഷീൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണിത്. ഈ ബോംബ് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അതൊരു അത്ഭുതമാണ്. ഒരു മെസ്സേജ് കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ സാധ്യതയിലുള്ള ലോജിക് ലിങ്കുകൾ വെച്ച് അവരൊരു മെനു തയ്യാറാക്കും. ഈ ബോംബ് മെഷീൻ ആയിരക്കണക്കിന് സെറ്റിങ്ങുകളിലൂടെ പെട്ടെന്ന് കറങ്ങിത്തീരും. എവിടെയെങ്കിലും ഒരു ലോജിക്കൽ പിശക് കണ്ടാൽ ആ സെറ്റിംഗ് അപ്പോൾ തന്നെ അത് വേണ്ടെന്ന് വയ്ക്കും. അവസാനമായി ബാക്കിയാകുന്ന കുറച്ച് സെറ്റിങ്ങുകൾ മാത്രമാണ് അവർ ശരിക്കും പിന്നീടുള്ള മെഷീനിൽ ടെസ്റ്റ് ചെയ്തിരുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പോലെ പവർഫുൾ ഒന്നുമല്ല ഇത്. എങ്കിലും ലോജിക് അപാരമാണ്. വലിയൊരു സെർച്ച് സ്പേസിനെ ഇത് ചെറിയ സ്ഥലമാക്കി മാറ്റി. 1941 ആയപ്പോഴേക്കും ബ്ലെച്ച്ലി പാർക്കിൽ ഇത്തരം 100 കണക്കിന് മെഷീനുകൾ രാപ്പകൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഷിഫ്റ്റുകൾ തിരിഞ്ഞ് ആളുകൾ പണിയെടുത്തു. ഇതിലൂടെ കിട്ടുന്ന രഹസ്യ വിവരങ്ങളെ അൾട്ര എന്ന പേരിൽ രഹസ്യമാക്കി വെച്ചു. ഈ അൾട്ര ഇൻ്റലിജൻസ് കാരണം യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറിയിരുന്നു. സബ്മറീനുകൾ എവിടെയാണെന്ന് മുൻകൂട്ടി അറിഞ്ഞപ്പോൾ കപ്പലുകൾക്ക് റൂട്ട് മാറ്റാൻ പറ്റി. ഇത് സബ്മറീനുകളെ തുരത്താൻ കൂടുതൽ സഹായിച്ചു. ജർമ്മൻ സൈന്യത്തിൻ്റെ ലോജിസ്റ്റിക്സിനെയും പ്ലാനുകളെയും കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ഇതിലൂടെ അവർക്ക് ലഭിച്ചു. ചരിത്രകാരന്മാരുടെ ഒരു ഏകദേശ കണക്കനുസരിച്ച് എനിഗ്മ പൊളിച്ചത് കാരണം യുദ്ധം കുറഞ്ഞതൊരു 2 വർഷമെങ്കിലും നേരത്തെ അവസാനിച്ചിട്ടുണ്ടാകണം. ഇതിനെക്കുറിച്ച് പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഈ കോഡ് ബ്രേക്കിംഗ് ഇല്ലായിരുന്നെങ്കിൽ സബ്മറീൻ അറ്റാക്കുകൾ കാരണം അലൈഡ് കപ്പലുകൾ കൂട്ടത്തോടെ മുങ്ങുകയും അത് ബ്രിട്ടനെ മൊത്തമായി തളർത്തുകയും ചെയ്തേനെ. പക്ഷേ ഈ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയൊരു ധർമ്മസങ്കടമാണ്. ബ്രിട്ടീഷ് സൈന്യം ജർമ്മനിയുടെ പ്ലാനുകൾ അറിഞ്ഞ് പെട്ടെന്ന് റിയാക്ട് ചെയ്താൽ തങ്ങളുടെ എനിഗ്മ ചോർന്നുവെന്ന് ജർമ്മനിക്ക് സംശയം വരും. അതുകൊണ്ട് ആ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ചില അറ്റാക്കുകൾ നടക്കട്ടെ എന്ന് ബ്രിട്ടൻ വിചാരിച്ചിട്ടുണ്ട്. അതായത് ലോങ് റണ്ണിൽ ഗുണമുണ്ടാകുന്നതിന് വേണ്ടി തകരുമെന്ന് തങ്ങൾക്കറിയാവുന്ന കപ്പലുകളെയും ദൗത്യങ്ങളെയും അവർ മനഃപൂർവ്വം ബലി കൊടുത്തു. ഇൻ്റലിജൻസ് വാർ അത്ര വൃത്തിയുള്ള കളിയൊന്നുമല്ല. അത് ജീവിതങ്ങൾ വെച്ചുള്ളൊരു സ്ട്രാറ്റജിക് കാൽക്കുലേഷനാണ്. പക്ഷേ രക്ഷിക്കാമായിരുന്നിട്ടും മരിച്ചുപോയ ഒരുപാട് പേര് അന്ന് ബ്രിട്ടനിലെ പല കപ്പലുകളിലും ഉണ്ടായിരുന്നു. യുദ്ധത്തിന് ശേഷം ടൂറിംഗ് തൻ്റെ കമ്പ്യൂട്ടിംഗ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്തു. ACE പോലെയുള്ള ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ ഡിസൈനിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ അടിസ്ഥാനം തന്നെ അദ്ദേഹത്തിൻ്റെ തിയറികളാണ്. ഇന്നത്തെ സ്മാർട്ട് ഫോൺ മുതൽ സൂപ്പർ കമ്പ്യൂട്ടർ വരെ വർക്ക് ചെയ്യുന്നത് ടൂറിംഗ് അന്ന് പറഞ്ഞു വെച്ച ആ കൺസെപ്റ്റുകളിലാണ്.
1950 ടൂറിംഗ് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അതാണ് പിന്നീട് ടൂറിംഗ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. മെഷീനുകൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തെയാണ് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റിലൂടെ മാറ്റിപ്പണിതത്. ഒരു മനുഷ്യനും മെഷീനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മെഷീൻ സംസാരിച്ചാൽ അതിനെ ബുദ്ധിയുള്ള ഒന്നായി കണക്കാക്കാം എന്നായിരുന്നു ടൂറിംഗ് പറഞ്ഞത്. ഈ ഒരു കാര്യം ചർച്ചകളെ തത്വചിന്തയിൽ നിന്നും പ്രായോഗികമായിട്ടുള്ള പെരുമാറ്റ രീതിയിലേക്ക് മാറ്റി. യുദ്ധം കഴിഞ്ഞപ്പോൾ ടൂറിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോകളിൽ ഒരാളാകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് സൂക്ഷിച്ചത്. തൻ്റെ വലിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ആരോടും പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പിന്നീട് അദ്ദേഹം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടിങ്ങിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു. മെഷീനുകൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലം അദ്ദേഹം സ്വപ്നം കണ്ടു. പക്ഷേ 1952 അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ മാറിമറിഞ്ഞു. തൻ്റെ വീട്ടിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായി. അന്നത്തെ ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് സ്വവർഗാനുരാഗം വലിയ കുറ്റമാണ്. ടൂറിങ്ങിന് മുന്നിൽ 2 വഴിയുണ്ട്. ഒന്നുകിൽ ജയിലിൽ പോവുക, അല്ലെങ്കിൽ കെമിക്കൽ കാസ്ട്രേഷൻ എന്ന ക്രൂരമായ ചികിത്സയ്ക്ക് വിധേയനാവുക. തൻ്റെ ഗവേഷണങ്ങൾ തുടരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അങ്ങനെ ആ ഹോർമോൺ ചികിത്സ അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും മനസ്സിനെയും തളർത്തി. ആധുനിക ലോകത്തിന് ഇത്രയും വലിയ സംഭാവനകൾ നൽകിയൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ രാജ്യം വല്ലാതെ വേദനിപ്പിച്ചു. 1954 ജൂൺ 7 അലൻ ടൂറിംഗ് അന്തരിച്ചു. തൻ്റെ മുറിയിൽ പകുതി കഴിച്ച നിലയിൽ ഒരു ആപ്പിൾ കണ്ടെത്തിയിരുന്നു. അതിൽ സയനൈഡ് പുരട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്നോ വൈറ്റ് ആൻഡ് ദ 7 ഡ്വാർഫ് എന്ന സിനിമയിലെ കഥാപാത്രത്തെ പോലെ ആപ്പിൾ കഴിച്ച് അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു എന്ന് പലരും വിശ്വസിക്കുന്നു. ലോകത്തിന് പുതിയൊരു യുഗം സമ്മാനിച്ച ആ മനുഷ്യൻ വെറും 41 വയസ്സിൽ വിടവാങ്ങി. അതൊരു ആത്മഹത്യയാണ് എന്ന് വിധിക്കപ്പെട്ടെങ്കിലും ഇന്നും അതിൽ പലർക്കും സംശയങ്ങൾ ബാക്കിയുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലോകം അദ്ദേഹത്തെ ശരിക്കും തിരിച്ചറിയുന്നത്. 2013 അദ്ദേഹത്തിന് റോയൽ പാർഡൺ നൽകി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞു. ഇപ്പോൾ ബ്രിട്ടൻ്റെ 50 പൗണ്ട് നോട്ടിൽ ടൂറിങ്ങിൻ്റെ മുഖമുണ്ട്. മാത്രമല്ല, ബെനഡിക്ട് കംബർബാച്ച് അഭിനയിച്ച ദ ഇമിറ്റേഷൻ ഗെയിം എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. എത്ര വലിയ സിസ്റ്റം ആയാലും അത് നടപ്പിലാക്കുന്ന രീതി അനുസരിച്ചാണ് അതിൻ്റെ സെക്യൂരിറ്റി ഇരിക്കുന്നത്. കണക്കിലെ സാധ്യതകൾ വലുതാണെങ്കിലും ജർമ്മൻകാരുടെ ആവർത്തിച്ചുള്ള രീതികളും ചില മെക്കാനിക്കൽ പരിമിതികളും കോഡ് പൊളിക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകി. ശരിക്കും ഇതൊരു ഹിസ്റ്റോറിക്കൽ മാറ്റമാണ്. 2ാം ലോക മഹായുദ്ധ സമയത്താണ് കമ്പ്യൂട്ടർ തിയറിയിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് മാറിയത്. പണ്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുന്ന മനുഷ്യർ എന്നായിരുന്നു അർത്ഥം. പക്ഷേ യുദ്ധത്തിന് ശേഷം അതൊരു മെഷീനായി മാറി. ബ്ലെച്ച്ലി പാർക്കിലെ മെഷീനുകളാണ് ശരിക്കും ഡിജിറ്റൽ യുഗത്തിന് അടിത്തറയിട്ടത്. അലൻ ടൂറിങ്ങിൻ്റെ പാറ്റേണുകളും അൽഗോരിതങ്ങളും ഇന്നും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. വിവരങ്ങൾ അമൂല്യമാണെന്നും അത് ശരിയായി കൈകാര്യം ചെയ്യുന്നവർക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമെന്നും ടൂറിങ്ങിൻ്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധം ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ടാണ് ജയിക്കുന്നത് എന്നാണ് ചരിത്രം. നന്ദി.